നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത സാഹിത്യകാരൻ കാനേഷ് പൂനൂർ, അതുപോലെ മറ്റു അതിഥികളെ, ഗുരുനാഥന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വലിയോറ സൗഹൃദവേദി പുറത്തിറക്കുന്ന വലിയോറ ദേശം സുവനീറിന്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ. കാണാൻ പോകുന്ന പൂരം അധികം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും മുൻകൂറായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്, ഞങ്ങൾ ഇന്ന് ഈ പുസ്തകം പ്രകാശന ദിവസം തന്നെ ഇവിടെ കൂടിയവർക്കെല്ലാം സൗജന്യമായി ഓരോ കോപ്പി കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ സാങ്കേതിക കാരണത്താൽ പ്രസ്സിൽ നിന്ന് ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല. ഇന്ന് അതിൻ്റെ പ്രൂഫ് കോപ്പി മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് പാകപ്പിഴകളുണ്ട്. അതുകൊണ്ട് ഇന്ന് കോപ്പി ആരെയും കാണിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഒരു 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇറക്കി എല്ലാ നാട്ടുകാർക്കും, ഇവിടെ കൂട്ടിയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളത് വിതരണം ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ നിങ്ങളുടെ പേരുകളും ടെലിഫോൺ നമ്പറും ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ വലിയോറ സൗഹൃദവേദിയെ കുറിച്ച് ഇവിടെ കൂടുതൽ വിശദീകരിക്കുകയുണ്ടായി. ജിദ്ദയിലുള്ള 100 കണക്കിന് വലിയോറ നിവാസികളുണ്ട്. അവർക്കിടയിൽ പരസ്പര സൗഹൃദവും സഹകരണവും വളർത്തി അവർക്ക് പ്രവാസത്തിന്റെ പ്രയാസങ്ങൾ അല്പമെങ്കിലും കുറക്കാൻ ഒരവസരം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ സൗഹൃദവേദി നാട്ടുകാരുടെ സഹകരണം കൊണ്ട് അത് പിന്നീട് മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ പറഞ്ഞതുപോലെ 6 ലക്ഷത്തിൽ പരം ഉറുപ്പികയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സൗഹൃദവേദിയുടെ സന്ദേശം നാട്ടുകാരിൽ എത്തിക്കുകയും നമ്മുടെ നാടിന്റെ നല്ല വിശേഷങ്ങളും നാടിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു സോനിയർ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തത്. അതിനുവേണ്ടി 2 വർഷം മുമ്പ് ഞങ്ങൾ തീരുമാനമെടുക്കുകയും അതിനു വേണ്ട സൃഷ്ടികൾ നാട്ടുകാരിൽ നിന്ന് തന്നെ മാത്രം വാങ്ങിയാൽ മതി എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ സാധ്യമായ പ്രചാരണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയായി 40ഓളം ആളുകളിൽ നിന്ന് അത് സൃഷ്ടികൾ ലഭിക്കുകയും അത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 60-70 ആളുകളെ ഞങ്ങൾ നേരിൽ കണ്ട് സമീപിക്കുകയും അവരെല്ലാം തരാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു. പക്ഷെ സാങ്കേതിക കാരണത്താൽ പലർക്കും തരാൻ സാധിച്ചിട്ടില്ല. അവരുടെ കൂടി ലേഖനങ്ങൾ അല്ലെങ്കിൽ കുറിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ നാടിനെ കുറിച്ചുള്ളത് ഉണ്ടാകുമായിരുന്നു, നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. ഏതായാലും സൗഹൃദവേദി ഇവിടെ ഇറക്കിയിട്ടുള്ള ഈ പുസ്തകം വലിയോറയുടെ കഴിഞ്ഞകാല സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചും മറ്റു കലാ കായിക വിദ്യാഭ്യാസ രംഗങ്ങളെക്കുറിച്ചുമെല്ലാം ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുണ്ട്. നാടിന്റെ കഴിഞ്ഞകാല സാമൂഹിക ചരിത്രമോ മറ്റു ചരിത്രങ്ങളോ ഞങ്ങൾ ഒരു നിരൂപണാടിസ്ഥാനത്തിൽ ഇതിൽ സമീപിച്ചിട്ടില്ല. ഇത് വലിയോറ സൗഹൃദവേദി പുറത്തിറക്കുന്നത് കൊണ്ട് തന്നെ നാടിന്റെ സൗഹൃദാന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള രചനകൾ മാത്രമേ ഇതിൽ ഞങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നുള്ളൂ. മാത്രമല്ല, നമ്മളെ എല്ലാവരും ആ രീതിയിലുള്ള സൃഷ്ടികൾ മാത്രമേ തന്നിട്ടുമുള്ളൂ. പിന്നെ അതുപോലെ അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന ഒരുപാട് സർഗ പ്രതിഭകളുണ്ട്. അവരുടെ സൃഷ്ടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വളരെ സാധാരണക്കാരായ ആളുകളുണ്ട്, അവരുടെ കൃതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നിറവ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും.
അതുപോലെ ഇതിന്റെ സൃഷ്ടികൾ തന്നവരുടെ ചിലതിന്റെ പേരുകൾ ഞങ്ങൾ ഇതിന്റെ ഭംഗിക്ക് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് എഡിറ്റിംഗിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അതുപോലെ ചില വലിയവരുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചില ബുക്കുകളിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പോരായ്മകൾ ഇതിൽ ഉണ്ടായേക്കാം. എന്നിരുന്നാലും നാടിന്റെ ഒരു ഏകദേശ ചിത്രം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി ലഭിക്കും. അതിനുള്ള പേര് ഇവിടെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലുള്ള തെറ്റുകൾ ഉണ്ടാകാം, മറ്റു പോരായ്മകൾ ഉണ്ടാകാം, വിവരക്കേടുകൾ ഉണ്ടാകാം. എല്ലാം നിങ്ങൾ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ നന്ദി.